Hello everyone. Through this video, ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1848 മുതൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1950 വരെയുള്ള, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് വരെയുള്ളതിൻ്റെ ചെറിയൊരു ഔട്ട്ലൈനാണ് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് PSC എക്സാംസുകളിലും അതേപോലെ നിറയെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു മുഖ്യ പേപ്പറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൽ ആവശ്യമായിട്ട് കുട്ടികൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ടൈം പീരീഡ് വളരെ സ്പെസിഫൈഡ് ആണ്. 1848 മുതൽ 1950 വരെ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇതിൽ നിന്നും ഓരോ ഇൻസിഡൻസ് വളരെ വിശദമായിട്ടും വളരെ ഡീപ്പായിട്ടും ഒരു നല്ലൊരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോസ് ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം ഇറക്കുന്നുണ്ട്. KTUവിൻ്റെ സ്റ്റുഡൻസ് ഇതിൽ നിന്നും ആവശ്യമായിട്ടുള്ള പോയിൻറ്റ്സുകളും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം മാത്രം വളരെ വ്യക്തമായിട്ട് കേൾക്കുക. അപ്പോൾ നമ്മുടെ റിവോൾട്ട് ആദ്യം തുടങ്ങുന്നത് 1857 ആ റിവോൾട്ട് തുടങ്ങുന്നത്. ഓക്കെ, മീററ്റിലാണ് നമ്മുടെ ആ റിവോൾട്ട് തുടങ്ങുന്നത്, ഉത്തർപ്രദേശിൽ. പക്ഷേ അതിന് മെയിനായിട്ടുള്ള കാരണം ഡോക്ട്രിൻ ഓഫ് ലാപ്സി എന്ന് പറഞ്ഞ് ഡൽഹൌസി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ഇതിനെല്ലാത്തിനും കാരണം. ഡോക്ട്രിൻ ഓഫ് ലാപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശികളില്ലാത്ത രാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ സ്വന്തം അധീനത്തിൽ കൊണ്ടുവരുന്നതിനെയായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സി. അതിനുശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടായിരുന്നു റിവോൾട്ട് ഓഫ് 1857 നടക്കുകയും അത് 1858 സപ്രസ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ലീഡേഴ്സാണ് നമ്മുടെ റാണി ലക്ഷ്മിബായി തുടങ്ങിയുള്ള ഒരുപാട് ലീഡേഴ്സ്. അവരെക്കുറിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വരുന്ന വീഡിയോസ്. അതിനുശേഷം നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻസ് നടന്നു പറഞ്ഞാൽ 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഓക്കെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 നടന്നതായിരുന്നു. പിന്നീട് അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നത് ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ലോർഡ് കേഴ്സൺ ആണ് ഇത് അവതരിപ്പിച്ചത്. ഇത് വേണ്ട എന്ന് വെച്ചത് ലോർഡ് ഹാർഡിഞ്ച് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം അന്ന് ഇന്ത്യയിൽ ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അയച്ചവരായിരുന്നു ഈ ലോർഡ് കേഴ്സണും ലോർഡ് ഹാർഡിഞ്ചും എല്ലാം. അപ്പോൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ കൊണ്ടുവന്ന് 1905 അതിൻ്റെ ഒരു തുടർക്കഥയായിട്ട് വന്നൊരു അടുത്തൊരു ഭാഗമാണ് സ്വദേശി മൂവ്മെൻറ്റ് 1905. ഈ സ്വദേശി മൂവ്മെൻറ്റിൽ ഉള്ള സമയത്തും നമ്മുടെ ലോർഡ് കേഴ്സൺ തന്നെയായിരുന്നു അന്നും ഇവിടെ ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. സ്വദേശി മൂവ്മെൻറ്റ് 1905 വന്നതിന് ശേഷം അവിടെ നിന്ന് അടുത്തൊരു ഇൻസിഡൻസ് നടന്നതായിരുന്നു ഓൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് 1906 ഫോമായത്. ഇത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. 30 ഡിസംബർ 1906, അതായത് 30/12/1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ക്രിയേറ്റ് ആയത്. ഢാക്കയിൽ വെച്ചിട്ടായിരുന്നു അത് ഫോം ആയത്. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും അവിടെ കുറേ പുതിയ ആൾക്കാരുകൾ വന്ന് ലീഗിൽ ചേരുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെയും നടക്കുകയുണ്ടായിരുന്നു. അവിടെ 1906 നടന്ന ആ ഒരു ഇൻസിഡൻസിന് ശേഷം നമ്മൾക്ക് നടന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് 1907 സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂററ്റ് സ്പ്ലിറ്റിൽ എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ആയി നമ്മുടെ സ്വതന്ത്ര നേതാക്കൾ പിരിയുകയാണ് ഉണ്ടായിരുന്നത്. അതിനെ ആണ് നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്നുള്ള പറഞ്ഞ കാര്യം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ നോക്കാം. 1948 ഡോക്ട്രിൻ ഓഫ് ലാപ്സി കാരണം ഉണ്ടായതാണ് റിവോൾട്ട് ഓഫ് 1857. അത് മീററ്റിലെ UP ഉത്തർപ്രദേശിലാണ് നടന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, തുടർന്ന് സ്വദേശി മൂവ്മെൻറ്റ്, തുടർന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അത് കഴിഞ്ഞിട്ട് സൂററ്റ് സ്പ്ലിറ്റ്. അതിനുശേഷം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫോമാണ് മിൻറ്റോ മോർലി റിഫോം എന്ന് പറയുന്നത്. അപ്പോൾ മിൻറ്റോ എന്ന് പറയുന്നത് അന്നത്തെ ഇവിടുത്തെ വൈസ്രോയ് ആയിരുന്നു. മിൻറ്റോ എന്ന് പറഞ്ഞ ആൾ അന്നത്തെ ഇവിടുത്തെ വൈസ്രോയ് ആയിരുന്നു. അതിനുശേഷം ആണ് അവിടെ മോർലി എന്ന് പറയുന്നത്
അന്ന് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ജോൺ മോർലി. ഇവർ തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടി കരാറിനെ പറയുന്ന പേരാണ് മിൻറ്റോ മോർലി റിഫോംസ്. ഇതിനെ വേറൊരു പേരും അറിയപ്പെടുന്നുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. വളരെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് 1909 അതിനുശേഷം ഗദ്ദാർ പാർട്ടി ഫോം ചെയ്തു. സോ ഇതൊരു പാർട്ടിയാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ 1909 മിൻറ്റോ മോർലി റിഫോമിന് ശേഷം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് 1913 നവംബർ 1. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്താണെന്നുള്ളതും നമ്മൾ വിശദമായിട്ട് പിന്നീട് നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുന്നത് ആ ടൈം ലൈൻ മാത്രമാണ്. അതിനുശേഷം 1916 നമ്മുടെ ഹോം റൂൾ മൂവ്മെൻറ്റ് വരുന്നത്. ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ആനി ബെസൻറ്റും ഇനിയൊന്ന് ബാലഗംഗാധര തിലക്കും. 2 പേരാണുള്ളത്, ആനി ബെസൻറ്റും ബാലഗംഗാധര തിലക്കും. അവർ ഉണ്ടാക്കിയൊരു മൂവ്മെൻറ്റാണ് ഹോം റൂൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1916. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് ചമ്പാരൻ സത്യാഗ്രഹ 1917 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചമ്പാരൻ സത്യാഗ്രഹയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫാർമറിനെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും മഹാത്മാഗാന്ധിജി അതിനെ വന്ന് ചെറുത്തു നിൽക്കുകയും ചെയ്തിരുന്നു ഇൻസിഡൻ്റായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹ. അതിനുശേഷം അഹമ്മദാബാദ് ബിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 1918 നടന്നിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം നടന്നൊരു ഇനിയൊരു സത്യാഗ്രഹയാണ് കേദാ സത്യാഗ്രഹ. ഈ കേദാ സത്യാഗ്രഹയും മഹാത്മാഗാന്ധിജി നടത്തിയ, നമ്മുടെ ഭാരത് പിതാവ് നടത്തിയ ഒരു സത്യാഗ്രഹമായിരുന്നു കേദാ സത്യാഗ്രഹ എന്ന് പറയുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് മിൻറ്റോ മോർലി റിഫോം 1919 വരുന്നത്. ഇതെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരെണ്ണം പഠിച്ചു, അത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതും മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോം 1919 എന്നും അറിയപ്പെടുന്നു. സോ ഇതിൽ എഡ്വിൻ സാമുവൽ മൊണ്ടേഗ് എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയും ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് അന്നത്തെ വൈസ്രോയും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. മിൻറ്റോ മോർലി റിഫോം 1909, ഗദ്ദാർ പാർട്ടി 1930, ഹോം റൂൾ മൂവ്മെൻറ്റ് 2 പേരാണുള്ളത്, ബാലഗംഗാധര തിലക്കും ആനി ബെസൻറ്റും. അതിനുശേഷം ചമ്പാരൻ സത്യാഗ്രഹ, അഹമ്മദാബാദ് ബിൽ സ്ട്രൈക്ക്, അതേപോലെ കേദാ സത്യാഗ്രഹ, അതേപോലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം 1919. ഇതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും നമ്മൾ പറയാറുണ്ട്. ഇതിന് ശേഷമാണ് ഏറ്റവും ചരിത്ര പ്രശസ്തമായിട്ടുള്ള വേറൊരു ഇൻസിഡൻറ്റ് നടന്നത്, റൗലറ്റ് ആക്ട് 1919. ഇതിനെന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ടു ഇൻവെസ്റ്റിഗേറ്റ് റവല്യൂഷണറി ക്രൈം ഇൻ ദ കൺട്രിയിൽ നടക്കുന്ന റവല്യൂഷണറി ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതും ആൻഡ് ടു റെക്കമെൻഡ് ലെജിസ്ലേഷൻ ഫോർ സപ്രഷൻ. ലെജിസ്ലേഷൻ എന്നുള്ള വാക്ക് വേണ്ടി, ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആ ഒരു വാക്കിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വാക്കിന് അർത്ഥം കിട്ടാൻ വേണ്ടി ആദ്യമായിട്ട് വന്നതായിരുന്നു നമ്മുടെ റൗലറ്റ് ആക്ട് 1919 എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ആക്ട് വന്നതിന് ശേഷം അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊട്ടസ്റ്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നടന്നതായിരുന്നു നമ്മുടെ ജാലിയൻവാലാ ബാഗ് മസക്കർ 1919 കൂട്ടക്കുരുതിക്ക് കാരണമായ ജാലിയൻവാലാ ബാഗ് 1919. അതിൽ ഒരുപാട് ചരിത്ര പ്രശസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ഗാന്ധിജി തൻ്റെ കൈസർ ഓഫ് ഹിന്ദ് എന്നുള്ള മെഡൽ സബ്മിറ്റ് ചെയ്യും. അതേപോലെ രവീന്ദ്രനാഥ് ടാഗോർ തനിക്ക് നൈറ്റ്ഹുഡ് എന്ന സർ ടൈറ്റിൽ തരാമെന്നത് വേണ്ടാന്ന് പറയുകയും 6000 മുതൽ 10,000 ആൾക്കാർ വരെ മരിക്കുകയും തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ജാലിയൻവാലാ ബാഗ് മസക്കർ. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ഏറ്റവും പ്രശസ്തപ്പെട്ട അടുത്തൊരു ഇൻസിഡൻ്റാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ 1920 നടന്നിരുന്ന കൽക്കട്ട സെക്ഷനിലായിരുന്നു ഇത് തുടങ്ങിയത്. കൽക്കട്ട സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാലാ ലജ്പത് റായുടെ അണ്ടറിൽ വന്നിരുന്ന സെഷനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എവിടം വരെ എത്തി എന്നുള്ളത് നോക്കാം.
1848 മുതൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ, ചരിത്ര പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വരെ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ഇത് വെറും ഔട്ട്ലൈനാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിൻ്റെ വീഡിയോസും ഇറക്കുന്നതാണ്. അതിനുശേഷം 1922 ചൗരി ചൗര, അതായത് ഗോരഖ്പൂർ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന സ്ഥലത്ത് നടന്ന ഒരു റിവോൾട്ട്, ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ചൗരി ചൗര എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരുന്നു, ഒരു പോലീസ് സ്റ്റേഷനെ കത്തിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ഗാന്ധിജിയെ യജുർവേദ ഇംപ്രിസൺ ജയിലിൽ 6 വർഷവും അടയ്ക്കുകയും ചെയ്തിരുന്നു. Due to the Chowri Chowra, due to Chowri Chowra incident, Gandhiji arrested at 10th March 1922. ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തപ്പെട്ട ഒരു സമയമാണ് 1992 ചൗരി ചൗര. അതിനുശേഷം സ്വരാജ് പാർട്ടി ക്രിയേറ്റ് ചെയ്യും. 1 ജനുവരി 1923 സ്വരാജ് പാർട്ടി ക്രിയേറ്റ് ചെയ്യും. തുടർന്ന് 1928 സൈമൺ കമ്മീഷൻ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൈമൺ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു സർ ജോൺ സൈമൺ. അപ്പോൾ നമുക്ക് സൈമൺ കമ്മീഷൻ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുകയും വൈറ്റ് മെൻ കമ്മീഷൻ എന്നും പറയുകയും അതേപോലെ ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യം വരികയും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുകയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലോർഡ് ഇർവിൻ ആയിരുന്നു ഇവിടെ ബ്രിട്ടീഷ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും കുറേ സത്യാഗ്രഹങ്ങളുണ്ടായി. ബർദോളി സത്യാഗ്രഹ ഗുജറാത്തിലുണ്ടായി. അതിനുശേഷം ബർദോളി സത്യാഗ്രഹം നടത്തിയത് നമ്മുടെ വല്ലഭായ് പട്ടേലായിരുന്നു. അതിനുശേഷം ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതിനുശേഷം 1928 നെഹ്റു ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെയർമാൻ ഓഫ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം ആയിരുന്നു ഈ നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷമാണ് 1930 നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുകയും സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് നടത്താമെന്ന് തീരുമാനിച്ച 1929 ലാഹോർ സെഷനിലായിരുന്നു സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയതും. 12 മാർച്ച് 1930 അതിനായിരുന്നു 78 സത്യാഗ്രഹികൾ കൂടെ 385 കിലോമീറ്റർ സഞ്ചരിച്ച് സബർമതിയിൽ നിന്നും സഞ്ചരിച്ച് ഗാന്ധിജി ദണ്ഡിയിലേക്ക് എത്തിയത്. ഇത്രയും ചരിത്ര പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നത് 1930 അതിനുശേഷം 1929 പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യവും നടന്നിട്ടുണ്ടായിരുന്നു. അതും ലാഹോർ സെഷനിലായിരുന്നു നടന്ന്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ ആ സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. 1930, 1931, 1932. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. 1931 ഗാന്ധി ഇർവിൻ പാക്റ്റ് നടക്കുകയാണുണ്ടായിരുന്നത്. ഗാന്ധി ഇർവിൻ പാക്റ്റ് 1931. അതിനുശേഷം 1932 കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നടന്നിരുന്നു. അതിനുശേഷം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിരുന്നു. 1932 പൂനം പാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയും BR അംബേദ്കറും കൂടെയായിരുന്നു പൂനം പാക്റ്റ് സൈൻ ചെയ്തത്. അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിലവിൽ വരികയും ആ ആക്ട് പാസ് ചെയ്യുമ്പോൾ ലോർഡ് വെല്ലിംഗ്ടൺ ആയിരുന്നു നമ്മുടെ അവിടുത്തെ വൈസ്രോയ് ആയിട്ടും ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മിനിസ്ട്രി 1939 സെക്കൻഡ് വേൾഡ് വാർ കാരണം റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അന്ന് ലോർഡ് ലിലിൻകോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് ഓഫർ അനൗൺസ് ചെയ്തത് 8 ഓഗസ്റ്റ് 1940 ഓഗസ്റ്റ് ഓഫർ അസൈൻ ചെയ്ത് പറഞ്ഞത്. അതിനുശേഷം ആണ് ക്രിപ്സ് മിഷൻ 1942,
ക്രിപ്സ് മിഷൻ അയച്ചത് സർ സ്റ്റഡ്ഫോർഡ് ക്രിപ്സ് ആയിരുന്നു. അതിനുശേഷം ക്രിപ്സ് മിഷനിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രിപ്സ് മിഷൻ്റെ ഫെയിലിയർ കാരണം പെട്ടെന്നുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്യുകയും 1945 വേവൽ പ്ലാൻ വരികയും ചെയ്തിരുന്നു. അത് പ്രപ്പോസ് ചെയ്തത് ലോർഡ് വേവലായിരുന്നു പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ സിംല കോൺഫറൻസ് 1945 നടക്കുകയും അതിനുശേഷം തുടർന്ന് ക്യാബിനറ്റ് മിഷൻ ക്ലെമൻ്റ് അറ്റ്ലി അയച്ചിരിക്കുന്ന ക്യാബിനറ്റ് മിഷൻ നടക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1946 നമ്മൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നടക്കുകയും 1946 ക്യാബിനറ്റ് മിഷൻ നടക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ ക്യാബിനറ്റ് മിഷൻ എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. 1946 ഇപ്പോൾ ഇതുവരെയുള്ള നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇത് വെറും ഒരു ടൈം ലൈൻ മാത്രമാണ്. ഇതിനുശേഷം നമ്മളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേവൽ വൈസ്രോയ് ആയിരിക്കുമ്പോൾ വന്നൊരു കമ്മീഷനാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പെത്തിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ ഫൈനലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 16th നന്നായിട്ട് ശ്രദ്ധിക്കുക 16th May 1946. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നമ്മളിവിടെ എത്തുന്നത് 23rd March 1946 ക്യാബിനറ്റ് മിഷൻ എത്തുന്നത്. 16th May 1946 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947, നമുക്കെല്ലാവർക്കും സ്വതന്ത്രം കിട്ടിയത് 1947. അതിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കാരണമായി നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 29th August 1947 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്യുകയും 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം ലൈനിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ഓരോ ഇൻസിഡൻറ്റിലും ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. നന്ദി. താങ്ക് യു.